വർഷം ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന പാകിസ്ഥാനിലെ നിർണായക നൂർഖാൻ വ്യോമതാവളത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സൂചനകൾ. കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാനിലെ സുപ്രധാന നൂർഖാൻ വ്യോമതാവളം ഭാവിയിൽ എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ നേരിടാൻ സൈനിക മേധാവി അസീം മുനീർ ഒരു കോട്ടയാക്കി മാറ്റുകയാണ്. സൈനിക ആസ്ഥാനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ ഏറ്റവും തന്ത്രപരമായി നിർണായകമായ വ്യോമതാവളങ്ങളിലൊന്നായ നൂർഖാനിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ഏകദേശം ഒരു വർഷത്തിനു ശേഷം അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന വസ്തുത ശത്രുതയിൽ അതിനുണ്ടായ വ്യാപകമായ നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തുന്നു. ജിയോ ഇന്റലിജൻസ് വിദഗ്ധനായ ഡാമിയൻ സൈമൺ പോസ്റ്റ് ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ റാവൽപിണ്ടിയിലെ വ്യോമതാവളത്തിന് കുറുകെ പുതിയ കരുത്തുറ്റ ഹാങ്കറുകൾ നിർമ്മിക്കുന്നത് കാണിക്കുന്നു. ഇത് വെറുമൊരു പതിവ് നിർമ്മാണമല്ലെന്ന് സൈമൺ അടിവരയിട്ടു. അത്തരം ഹാങ്കറുകൾ PAF കപ്പലിന് പരിസ്ഥിതി സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യം എതിരാളികൾ സൈറ്റിന് മുകളിലുള്ള ഇന്റലിജൻസ് നിരീക്ഷണം, രഹസ്യാന്വേഷണ ശേഖരണം പരിമിതപ്പെടുത്തുക എന്നതാണെന്ന് വിദഗ്ധർ അടിവരയിട്ടു. അത്തരമൊരു നീക്കം ഇന്ത്യക്ക് വ്യോമതാവളത്തിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കടിച്ചാൽ 2 തവണ നാണക്കേടാണ്. പഹൽഗാമിലെ മാരകമായ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ 11 പ്രധാന സൈനിക താവളങ്ങൾ ശിക്ഷാ ഭീഷണി കൂടാതെ ഇന്ത്യ ആക്രമിച്ചതോടെ പാകിസ്ഥാന്റെ ദുർബലത തുറന്നുകാട്ടി. 3 ദിവസത്തെ ശത്രുതയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ച പാകിസ്ഥാന്റെ നട്ടെല്ലൊടിച്ചാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും വെറും 25 കിലോമീറ്റർ അകലെയുള്ള നൂർഖാനിൽ ആക്രമണം നടത്തിയത്. എല്ലാത്തിനുമുപരി ഇത് മറ്റേതൊരു സൈനിക കേന്ദ്രമല്ല. നൂർഖാൻ 2 സൈനിക പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതും നയതന്ത്ര പ്രതിനിധികൾക്കുള്ള ഉയർന്ന സുരക്ഷാ പ്രവേശന കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. പാകിസ്ഥാന്റെ സായുധ സേനയുടെ ഒരു പ്രധാന ലോജിസ്റ്റിക്കൽ ഹബ്ബ് കൂടിയാണിത്. ശ്രദ്ധേയമായി രാജ്യത്തിന്റെ ആണവായുധ ശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനുള്ളിലെ നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രു കേന്ദ്രങ്ങളെ ട്രാക്ക് ചെയ്യാനും ലക്ഷ്യമിടാനുമുള്ള ഇന്ത്യയുടെ കഴിവ് ഈ ഓപ്പറേഷൻ കാണിച്ചു തന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാഠങ്ങൾ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ അത്തരമൊരു കഴിവ് തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന അവരുടെ വിമാനങ്ങളെ കൂടുതൽ ദുർബലമാക്കുന്നു. ഭാവിയിലെ സംഘർഷങ്ങളിൽ അവയെ എളുപ്പത്തിൽ കണ്ടെത്താനും ലക്ഷ്യമിടാനും കഴിയും. ഡ്രോൺ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇറാൻ സംഘർഷം തുറന്നുകാട്ടിയെന്ന് പ്രതിരോധ വിദഗ്ധൻ സന്ദീപ് ഉണ്ണിത്താൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞിരുന്നു. സ്വാം ഡ്രോണുകളുടെ യുഗത്തിൽ ആരും ഒന്നും തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ വിമാനങ്ങളെ അത്തരം നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശക്തമായ ഹാങ്ങറുകൾ നിർമ്മിക്കാൻ തിടുക്കം കൂട്ടുന്നത്. ഇന്ത്യൻ ഡ്രോൺ ആക്രമണങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച നൂർഖാൻ വ്യോമതാവളത്തേക്കാൾ മികച്ചൊരു സ്ഥലം വേറെയില്ല. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ഇത് സമ്മതിച്ചു. ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. 36 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 80 ഡ്രോണുകളെങ്കിലും അയച്ചു. ദാർ പാകിസ്ഥാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ ആക്രമണത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടു എന്ന് മാത്രമല്ല, ഓപ്പറേഷൻസ് റൂം, ഹാങ്ങറുകൾ, ഇന്ധന ട്രാക്കറുകൾ, ഒരു IL-78 എയർ ടാങ്കർ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞയാഴ്ച US വൈസ് പ്രസിഡന്റ് JD വാൻസ് നൂർഖാൻ വ്യോമതാവളത്തിൽ വന്നിറങ്ങിയതോടെ സൈനിക കേന്ദ്രം അടുത്തിടെ ശ്രദ്ധാകേന്ദ്രമായി. ഇസ്ലാമാബാദ് ലോക നയതന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കൊരു സന്ദേശം നൽകാനുള്ള പാകിസ്ഥാന്റെ ശ്രമമായാണ് ഈ നീക്കത്തെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.